ഹായ് ഓൾ, വെൽക്കം ടു കർണൂസ് വേൾഡ്. അപ്പോൾ ഇതാ ഗോവയിൽ നിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡാണ്. കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇടാൻ, കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയിട്ടോ, അതാണേ പറ്റിയത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടോ. അത് ഹോട്ടലിലെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയതാണ് ബ്രേക്ക്ഫാസ്റ്റ്. സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാ ഐറ്റംസും ഒക്കെ വെച്ചിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് തന്നെ നല്ല ലാഭവും ആയിരുന്നു പറയാം. കാരണം റൂമും കുഴപ്പമൊന്നുമില്ല, നല്ല റൂമും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇതാ കേട്ടോ, പഴമുണ്ട്, പപ്പായ ഉണ്ട്, ഫ്രൂട്ട്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഇതാ, അപ്പോൾ ഞാൻ അതാദ്യം എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ ബ്രെഡ് ഉണ്ട്, ബ്രൗൺ ബ്രെഡും ഉണ്ട്, വൈറ്റ് ബ്രെഡും ഉണ്ട്, ടോസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്, ബട്ടറുണ്ട്, 2 തരത്തിലുള്ള ജാമുണ്ട്, പിന്നെ കോഫി, പാല്, ടീ ഉണ്ട്, അതിന് കപ്പ് വെച്ചിട്ടുണ്ട്, പൂരി, ബാജി, പിന്നെ അവരെ എന്തോ ഒരു റൈസ് ഉണ്ട് കേട്ടോ, എനിക്ക് അതിൻ്റെ പേരെന്താണെന്ന് കറക്റ്റായിട്ട് ഓർമ്മയില്ല, അതുണ്ട്. പിന്നെ ഇതാ സാമ്പാർ, ഇഡ്ഡലി, ചട്നി, പിന്നെ ആലു പൊറോട്ട ഉണ്ടായിരുന്നു. അതിന് വേണ്ടി തൈരും അച്ചാറും വെച്ചിട്ടുണ്ട്. പിന്നെ പുഴുങ്ങിയ മുട്ട, സാൻഡ്വിച്ച്, അതിന് വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക ഉപ്പിലിട്ട ഐറ്റംസുകളൊക്കെ ഉണ്ടാവില്ലേ, സാലഡ്സ് പോലെ, അതെല്ലാം കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇതാണ് കേട്ടോ നമ്മൾ കൂടിയ റിസോർട്ടിൻ്റെ പേര്. നല്ല റൂം, നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു. നിങ്ങൾ അവിടെ ഡയറക്റ്റ് പോയി റൂം എടുക്കുകയാണെങ്കിൽ കുറച്ച് റേറ്റ് പറയും കേട്ടോ. അതിനെക്കാട്ടും നല്ല നിങ്ങൾക്ക് അഗോഡയിൽ നിന്ന് ഇതേ സെയിം തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ബുക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ തന്നെ ഇപ്പോൾ നാളേക്കോ റൂം വേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് ബുക്ക് ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് അധികമായിട്ട് കാണും കേട്ടോ. ഒരു 2 ദിവസം മുമ്പെയൊക്കെ ബുക്ക് ചെയ്താൽ നല്ല കുറവിന് കിട്ടുമേ. അപ്പോൾ ഞാനിതാ ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങാണ് കേട്ടോ. ഒരു സ്ഥലത്ത് തന്നെയല്ല താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ റൂമെടുത്ത് പോകാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് കവർ ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ റൂം എടുത്താൽ അതാണല്ലോ സുഖം. അപ്പോൾ ഇതാ ഇറങ്ങിയിട്ടുള്ള റോഡുമിലുള്ള വ്യൂ ആണ് കേട്ടോ. അതൊക്കെ നല്ല ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. ഒന്നും നിങ്ങൾക്ക് ആർക്കും പുത്തരി അയക്കില്ല, എന്നാലും നമ്മളിത് കാണുമ്പോൾ എടുത്ത് വെച്ചു, അത്രയും. അങ്ങനെ തന്നെ അങ്ങനെ പോയി തുടങ്ങാൻ കേട്ടോ. ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടാണ് പോകുന്നത്. നമ്മളെ പിരമിഡൊക്കെ ഇല്ലേ, പിരമിഡ്, ജയിൽ, അങ്ങനെ അങ്ങോട്ടേക്കുള്ള പോക്കാണ് കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ കവർ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ നൈറ്റ് ബാഗ ബീച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ റൂമൊക്കെ കിട്ടണോ. പിന്നെ എന്താ നമ്മുടെ നാട്ടിലെ വ്യൂ പോലെ ഉണ്ട് അല്ലേ, നല്ല രസം തോന്നിയിട്ടോ എനിക്ക്. അപ്പോൾ അവിടെ ഇങ്ങനെ നിർത്തിയപ്പോൾ ഞാൻ എടുത്തതാണ്. ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ്. ഹോട്ടലിൽ ഇപ്പോൾ നമുക്കൊന്നും പരിചയമില്ലാത്ത സ്ഥലമാണ്. അത്യാവശ്യം ആളുള്ളത് നോക്കിയിട്ട് കയറാമെന്നതിന് വിചാരിച്ചു. അപ്പോൾ നല്ല ഫുഡ് കഴിക്കുമല്ലോ, മോശം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കയറിയതാണ് കേട്ടോ. നല്ല ഫുഡൊക്കെയാണ്, ഫുഡൊന്നും മോശമൊന്നും പറയാനില്ല. പക്ഷേ ഒടുക്കത്തെ റേറ്റാണ് കേട്ടോ, നല്ല റേറ്റാണ്. പക്ഷെ അത് ഗോവയിൽ എവിടെ പോയാലും നിങ്ങൾക്ക് നല്ല റേറ്റിൻ്റെ ഫുഡ് തന്നെയാണ് കിട്ടുക. പക്ഷേ ഇവിടെ കുറച്ച് അധികമായിട്ട് തോന്നി കേട്ടോ. ഫിഷ് ഡക്ക് എന്നാണ് അതിൻ്റെ പേര്. ഫിഷ് എന്നാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത്. പിന്നെ വിത്ത് ബാറാണ്. പിന്നെ എല്ലാവരുടെയും ഗോവയിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് കാണാൻ കിട്ടുള്ളൂ. അല്ലാത്ത റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കണ്ടത് വെച്ചിട്ടാണ് പറയുന്നത്. ഒരുപാട് പേര് ഇപ്പോൾ നെഗറ്റീവ് പറയും. പക്ഷേ നല്ല വീഡിയോസ് കാണുന്ന പോലെ നമുക്ക് കുറച്ച് വ്യൂസേ ഉള്ളൂ ഇപ്പോൾ കാണുന്നുള്ളൂ. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം, ലൈക്ക് ചെയ്തിട്ട് കാണാം. ഭയങ്കര ഒരു ക്രഷ് കൊണ്ട് തുടങ്ങിയതാണ്. മോനാണ് തുടങ്ങിയത്. ഞാനിതിപ്പോൾ ഓന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടായിട്ട് ഞാൻ ഏറ്റുപിടിച്ചു എന്നേ ഉള്ളൂ. അപ്പം എന്താ പറയുക, റവന്യൂ നോക്കി മാത്രം തുടങ്ങിയില്ല, ഒരു ക്രേസും കൂടി ആയിട്ട് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അവിടെ ഇങ്ങനെ വലിക്കുന്ന ഈ പൊക്കിങ്ങനെ കഞ്ചാവ്, എന്താ കഞ്ചാവ് ഹസ്ബൻഡിനോട് വെച്ചപ്പോൾ കഞ്ചാവല്ല, അല്ലെങ്കിൽ വേറെ ഓരോന്ന് ആഡ് ചെയ്യും, കഞ്ചാവ് മാത്രമൊന്നല്ല വലിക്കുക എന്നൊക്കെയാട്ടോ പറഞ്ഞത്. എനിക്കറിയില്ല, എനിക്കത് കണ്ടപ്പോൾ നമ്മൾ കഞ്ചാവ് പാർബികൾ ഇങ്ങനെ വലിക്കുന്ന സാധനം പോലെയാണ് തോന്നി. അപ്പോൾ നമ്മൾ താലിയായിട്ട് ഓർഡർ ചെയ്ത് 2 താലി ഓർഡർ ചെയ്ത്, ഒരു വെജ് താലി ഓർഡർ ചെയ്ത്, ഒരു മട്ടൻ താലി ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ മട്ടൻ താലിയാണ് എടുത്തത്. മട്ടൻ താലിയിൽ 2 തരം മട്ടൻ്റെ ഡിഷ് ഉണ്ടായിരുന്നു. അതിലൊന്നിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒന്നും എനിക്ക് തീരെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാളിതാ ഇവിടെ എത്തിയിട്ടോ. ഇതേടിയായിരുന്നു സ്ഥലമോ മിനിറ്റ് മറന്നുപോയി. അപ്പോൾ പിരമിഡ് കാണാൻ വേണ്ടിയിട്ടാണ് എത്തി. അവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കണ്ടോ നിങ്ങൾ, നല്ല റേറ്റാണ് കേട്ടോ. 25 റുപ്യ, ഫോറിൻ സിറ്റീസണിന് 300 റുപ്യ. നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മളെക്കാട്ടും ആൾക്കാരും അവിടെ ഫോറിൻ സിറ്റീസൺസ് ആണല്ലോ വരിക, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഗൂഗിൾ പേ ചെയ്യണമെങ്കിൽ അവിടെ ഒരു സ്കാനർ ഉണ്ട്, അതിൽ കയറിയിട്ടൊക്കെ ചെയ്യണം. അതിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നമ്മളെ ഏജ്, നമ്മളെ കൂടെയുള്ളവരുടെ ഏജ്, കുട്ടീൻ്റെ ഏജ്, അങ്ങനെ കൊടുത്തിട്ടൊക്കെ ലാസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പൈസ ഉണ്ട്, ഒന്നുമില്ല, നേരെ കൊടുത്ത് ടിക്കറ്റ് വാങ്ങി പോവാം. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടേക്ക് പോകുന്ന വ്യൂ ആണ്, അടിപൊളിയാണ്. അതിൻ്റെ മേലെ നോക്കി നമുക്ക് കടൽ കാണാം കേട്ടോ. അതാണ് അതിൻ്റെ വ്യൂ. ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്താ എന്നോട് കറക്റ്റായിട്ട് വിട്ടുപോയിട്ടോ, സോറി. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. കുറേ ദിവസമായില്ലേ പോയി വന്നിട്ട്, അത്യാവശ്യം എല്ലാ കിളിയും പോയി, മറന്നുപോയല്ലോ. അപ്പോൾ ഇതാ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ സൈഡിലുള്ള വ്യൂ ആണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് അത്യാവശ്യം എന്താ പറയുക, അസ്തമിക്കാനുള്ള വെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നല്ല ചൂടുണ്ട് എന്നൊന്നും പറയാനില്ല, നല്ല തണുപ്പുമില്ല കേട്ടോ. പോവാം, തണുപ്പും നമ്മളെ നാട്ടിൽ, ഞങ്ങൾ തണുപ്പുള്ള ടൈമിലായിരുന്നു പോയ ജനുവരി. നമ്മളെ നാട്ടിലുള്ള പോലത്തെ ഈ തണുപ്പൊക്കെ എനിക്ക് അവിടെ ഫീൽ ചെയ്തിരിക്കുള്ളൂ കേട്ടോ. പിന്നെ എന്താ ബീച്ച് ഏരിയയിലേക്ക് പോകുമ്പോൾ എന്തായാലും കുറച്ച് തണുപ്പുണ്ടാവുമല്ലോ. ഹസ്ബൻഡും മൂന്ന് കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്.
ഞാൻ അതും ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ മേലേന്നായിരിക്കും പിന്നെ ആൾക്കാർ വരുന്നത് നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് കടലിൽ കൊണ്ടുപോയി പിന്നെ ഫോറിനേഴ്സൊക്കെ ഇങ്ങനെ നമ്മൾ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ വരുമല്ലോ എന്നാ ബ്രിട്ടീഷുകാരൊക്കെ അതിനൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി വെച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഹസ്ബൻഡ്. അപ്പോൾ അത് കേട്ട് ഇങ്ങനെ വരിക കേട്ടോ. കുറേയൊക്കെ വിശ്വസിക്കുക, കുറേയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, നമ്മളെ വിശ്വസിക്കുന്ന പോലെയാണ് പറ്റിക്കുക. ലാസ്റ്റ് ചിരിക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാവുമോ അപ്പോൾ ഇത്രയും പറഞ്ഞാൽ കളത്തരാണ്. അപ്പോൾ അതാ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരുപാട് പേര് തിരിച്ചറിഞ്ഞ് വരുന്നതുകൊണ്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ 5 മണി വരെ 5:30 വരെ ആയിട്ടാണ് ഉള്ളൂ കേട്ടോ എൻട്രി. അതിൻ്റെ മുന്നേ കണ്ടുവരണം. ജസ്റ്റ് നമ്മൾ അവിടെ എത്തിയിട്ടേ ഉള്ളൂ, കാരണം എണീക്കാനൊക്കെ ലേറ്റ് ആയിട്ടുണ്ട്. ബീച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് വേറെ റൂം കണ്ടുപിടിച്ച് അങ്ങനെ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട് കേട്ടോ. റൂം കണ്ടുപിടിക്കാണ്ട് നമ്മൾ ലഗേജൊക്കെ വെക്കാണ്ട് എല്ലാം കറങ്ങി വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് നമ്മൾ റൂം കണ്ടുപിടിച്ചിട്ടാണ് പോയത്. റൂം എന്താ പറയുക, അഗോഡയിൽ നോക്കിയപ്പോൾ സൂപ്പർ വ്യൂ അതിന്. പക്ഷേ എങ്കിൽ റൂം എന്താ പറയുക, ഒരു ആവറേജ് റൂമായിരുന്നു കേട്ടോ. പൈസ കുറവാണെന്ന് വെച്ചാൽ കുറവാണ്, പക്ഷെ നമ്മൾ താമസിച്ചതിൻ്റെ അതേ ഇത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ താമസിച്ച റൂം തന്നെയാണ് സൂപ്പർ, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കല്ലിൻ്റെ സ്റ്റെപ്പ് കേട്ടോ. ഇങ്ങനെ മോൻ ചോദിക്കുക ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ ഉണ്ടോ നോക്കാൻ. അന്നേരം സ്വന്തം ചോദിക്കുക ഇനി അമ്പലത്തിൽ നോക്കുക കണ്ടിക്കില്ലേനോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കയറുക. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ ഉള്ളോട്ടേക്കുള്ള വ്യൂ ആണ് കേട്ടോ. ഇതിങ്ങനെ വലിയൊരു ഇതാണ്. അപ്പോൾ എന്താ ടിക്കറ്റ് നമ്മളിവിടെ കാണിക്കണം. ടിക്കറ്റ് കാണിച്ചിട്ടാണ് നമ്മൾ ഉള്ളോട്ട് കയറേണ്ടത്. അപ്പോൾ മോന് വേണ്ട കേട്ടോ, 5 വയസ്സ് വരെയോ 10 വയസ്സ് വരെയോ ടിക്കറ്റ് വേണ്ട, ഫ്രീ ആണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇവിടുത്തെ എന്താ പറയുക ഒരുപാട് നല്ല പ്രശസ്തമായ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഒരുപാട് പേര് അവിടെ ഫോട്ടോ എടുക്കുന്നതും അതിനെപ്പറ്റി നോക്കുന്നത്. അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ എന്താ സംഭവം നോക്കാം, നമുക്ക് വേണേൽ വായിച്ചൊക്കെ നോക്കാം. ഇതിങ്ങനെ മേലോട്ട് പോയാൽ അതിൻ്റെ അങ്ങോട്ടേക്കുള്ള സൈഡിലുള്ള വ്യൂ ഇതാണ് ഏറ്റവും ടോപ്പിലെത്തുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ അറകളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഫുള്ള് ക്ലോസ് ആണ് ഇപ്പോൾ. ഒന്ന് ഓപ്പൺ അല്ല, ആദ്യം ഓപ്പൺ ആണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതാ മേലെ എത്തിയിട്ടോ, ഇതാണ് മേലെ. അതിൻ്റെ ഉള്ളിൽ എന്താ ഇതിപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുള്ള ആൾക്കാർ വാട്ടർ സേവ് ചെയ്യുന്ന സ്ഥലം, ശുദ്ധജലം സേവ് ചെയ്യുന്ന അറകളായിരുന്നു. പിന്നെ അത് ലൈറ്റ് ഹൗസ് ആണ് എന്നാട്ടോ പറയുന്നത്. ലൈറ്റ് ഹൗസ് തന്നെയാണ്, പഴയ ലൈറ്റ് ഹൗസ് ആണ്. ഇതിൻ്റെ താഴത്ത് ഇപ്പോൾ ജയിലറകൾ പോലെ ഇങ്ങനെ കുഞ്ഞു കണ്ടോ, താഴത്ത് ഇങ്ങനെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല പ്യുവറായിട്ടുള്ള വാട്ടർ സേവിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാട്ടോ പറയുന്നത്. അതിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോകണം, എന്നാൽ മാത്രമേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് കണ്ടാൽ അത് ബാക്കിൽ കാണുന്ന കടലാട്ടോ. അവിടുന്ന് ഫോട്ടോസ് എടുക്കാനായിരുന്നു, മേലേന്ന് കടലും കാണിച്ചുള്ള ഫോട്ടോസ് എടുക്കാനായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരുമ്പോഴേക്കും കാത്തിക്കണായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ ഭയങ്കര ഒരു ഇറക്കമായിരുന്നു കേട്ടോ. പിടിച്ചിക്കില്ലേ സ്ലിപ്പാണ്, ഒരുപാട് പേര് സ്ലിപ്പായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒന്നും എടുത്തിക്കില്ല, ഫോൺ കീശലൊക്കെ ഇട്ട് മെല്ലെ ഇറങ്ങി വന്ന. ഇതിൻ്റെ മേലുള്ള അറകളാട്ടോ. ഈ അറകളിൽ കൂടി ആകുമ്പോൾ വെള്ളത്തിൻ്റെ ഇതൊന്ന് കണ്ടേ. അപ്പോൾ ഇതെന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി അതിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ദൂരം, എത്ര ലൈറ്റ് ഹൗസ് ഉണ്ട്, ഗോവേൻ്റെ മാപ്പ്, എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി നമ്മുടെ മോന് കാണിച്ചു കൊടുക്കുക. നമ്മൾ കേരളത്തിൻ്റെ മാപ്പില്ലേ അതേപോലെയാണ് ഗോവേൻ്റെ മാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്കത് മനസ്സിലാവാനൊന്നും ആയിട്ടൊന്നുമില്ല എന്നാലും. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഇതിനുള്ളിൽ ഈ അഴേൻ്റെ ഉള്ളിലായിരുന്നു വാട്ടർ സേവ് ചെയ്ത് വെച്ച്, ശുദ്ധജലം സേവ് ചെയ്ത് വെച്ചതെന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വായിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതാണല്ലേ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. കണ്ടോ സ്റ്റെപ്പ് ഇറങ്ങി പോകാൻ ഉള്ളിലേക്ക് വഴിയൊക്കെ ഉണ്ട്. അതൊക്കെ ക്ലോസ് ആണ്, നമുക്കൊന്നും അങ്ങോട്ടേക്ക് എൻട്രി ഒന്നുമില്ല. ജസ്റ്റ് ടിക്കറ്റ് കൊടുത്താൽ ഇതിൻ്റെ മേലെ നിന്നൊരു വ്യൂ കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാണ് കേട്ടോ. അടുത്ത ഡെസ്റ്റിനേഷൻ ഇവിടുത്തെ എന്താ പറയുക ജയിൽ മ്യൂസിയമാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ്. കാണാത്തവർക്ക് കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ അങ്ങനെ ഉണ്ട്. പിന്നെ ടിക്കറ്റിൻ്റെ ഫീസ് അവിടത്തേക്ക് എൻട്രി കുറച്ചധികമാണ് കേട്ടോ. അവിടെ എന്താ പറയുക ഡിജിറ്റൽ മ്യൂസിയമാണ്. അപ്പോൾ അതിൻ്റേതായ റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോന് ജയിൽ എന്ന് പറഞ്ഞാൽ ജയിൽ പിന്നെ അറകൾ, ജയിൽ ഒക്കെ പോലീസിൻ്റെ പീരങ്കിയൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. മോനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിന് മേലെ കൊടുത്തതിനെ കൊണ്ട് ഇവിടെ പാർക്കിങ്ങിന് വേണ്ടായിരുന്നു കേട്ടോ. മേലെ പാർക്കിംഗ് ഫീ ഉണ്ട്, ഇവിടെ പാർക്കിംഗ് ഫീ ഇല്ല. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഇറക്കത്തിലേക്ക് പോകുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ആൾ വിചാരിച്ച് ഇവിടെ ഇപ്പോൾ പാർക്കിംഗ് ഫീ ഒക്കെ വാങ്ങാനുണ്ടാവുമെന്ന് നോക്കുമ്പോൾ ഇല്ല കേട്ടോ. നമുക്ക് അവിടെ സാധാ ഫീ ഒന്നുമില്ല, മേലെ മാത്രം പാർക്കിംഗ് ഫീയും പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളൂ. അവിടെ എല്ലാം വാങ്ങുന്നതിനെക്കൊണ്ടാണോ ഇവിടെ വാങ്ങാത്തല്ല, ഇവിടെ സൗകര്യം ഉള്ളതുകൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ജയിൽ മ്യൂസിയത്തിൻ്റെ എൻട്രി. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളോട്ട് പോകാൻ. അതിന് സൈഡിൽ നോക്കിയിട്ട് കാറ് പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മളെത്തി ഇറങ്ങി. അപ്പോൾ അതിൻ്റെ അടുത്ത് കുറേ പീരങ്കിയൊക്കെ ഉണ്ട്. മോനൊക്കെ അതിൻ്റെ അടുത്താണ്. കണ്ടോ നിങ്ങൾ റേറ്റ് കണ്ടോ, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഡിജിറ്റൽ മ്യൂസിയമാണ് ഉള്ളിലുള്ളത്. പിന്നെ ജയിലിൻ്റെ 2-3 ഇതുണ്ട്. പിന്നെ ഒരു പള്ളി പോലത്തെ പണ്ട് ജയിലുകാർ യൂസ് ചെയ്ത് അതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. മോന് ഈ പീരങ്കി എന്ന് വെച്ചാൽ ഭയങ്കര ക്രൈസാണ്. പട്ടാളത്തിന് കൊണ്ട് അതുകൊണ്ട് അതിൻ്റെ മേലെ കയറി കളിക്കുക, അത് ഓടിക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ ഫുള്ള് ഇതാട്ടോ ഫുഡ് കോർട്ടാണ്. കോഫി, സാൻഡ്വിച്ച് അങ്ങനെയുള്ളതൊക്കെ കിട്ടുന്നതാണ്. ഉള്ളിലേക്ക് ഇനിയും പോകണം കേട്ടോ.
അപ്പോൾ ഇതാ കടൽ കണ്ടോ നിങ്ങൾ, കടലിൻ്റെ അടുത്ത് ഇങ്ങനെ പീരങ്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പണ്ടേ ഇങ്ങനെയാണോ അല്ല ഈ അടുത്ത് സെറ്റ് ചെയ്തതാണോ എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ച് ആയിരിക്കും, പണ്ടേ ഉള്ളതായിരിക്കും. കാരണം എന്താ വെച്ചാൽ കടൽ കടന്നാണല്ലോ ആൾക്കാർ ഇങ്ങോട്ട് അതിക്രമിച്ച് വരിക. അതിനെ തടയാൻ ഇവിടുന്ന് ഷൂട്ട് ചെയ്ത് ഈ എന്താ പറയുക കപ്പലിനെ പൊട്ടിക്കാനുള്ള ശ്രമത്തിന് വേണ്ടിയിട്ടായിരിക്കും വന്നിങ്ങനെ വെച്ചതെന്നൊക്കെ പറഞ്ഞ് ഞാളിങ്ങനെ ഗസ് ചെയ്ത് വെച്ചതാണോ, ആദ്യം ഉള്ളതാണോ അല്ല ഇതിന് ശേഷം നമ്മൾ ഇങ്ങനെ കാണാൻ വരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ മേലെ നിന്നുള്ള കളിയായി, പിന്നെ ഉണ്ടിടലുന്ന സ്ഥലമായി, പീരങ്കി അടിക്കലായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് എൻ്റെ ബ്രിഡ്ജാട്ടോ, ഇങ്ങോട്ടേക്കൊന്നും എൻട്രി ഇല്ല കേട്ടോ നമുക്ക്, അതിങ്ങനെ ജസ്റ്റ് കാണാൻ മാത്രം. പക്ഷെ അതിൻ്റെ പകുതി വരെ എന്താ പറയുക ചായ കഴിക്കുന്ന സ്ഥലവും ഒരു ചെറിയൊരു ബാർ ഏരിയ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇതാണ് ആശാൻ്റെ ഫുള്ള് പരിപാടി. അവൻ അവിടുന്ന് വരണമെന്നേ ഇല്ലായിരുന്നു, അതിൻ്റെ മേലെയുള്ള കളിയായിരുന്നു. കുറേ പിടിച്ചു നോക്കി, പിന്നെ അവസാനം കയറാൻ നോക്കി, അതിൻ്റെ മേലെ കയറി ഇരുന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഉള്ളോട്ട് പോയിപ്പോളിങ്ങനെ വേറൊരു എന്താ പറയുക ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകും. ഇതാ ഞാൻ പറഞ്ഞ പാലത്തിൻ്റെ അടുത്തുള്ള ഫുഡ് കോർട്ട് കേട്ടോ. അവിടെ വരെ നമുക്ക് എൻട്രിയുള്ളൂ, അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, തകർന്ന് കിടക്കാൻ തോന്നുന്നുണ്ട് പാലമൊക്കെ. പകുതി വരെ നമുക്ക് പോകാം കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഞാൻ വർത്തമാനം പറയാം. കണ്ടോ ഓരോ പീരങ്കിൻ്റെ മേലെയും ഓരോ ഇത് എഴുതിയിട്ടുണ്ട് കേട്ടോ, നമ്പേഴ്സ്. അപ്പോൾ ഞാൻ അതിങ്ങനെ സൂം ചെയ്ത് എടുത്ത് വെച്ചാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കില്ല, ഇയർ ആണോ അല്ല ഇനി പീരങ്കീൻ്റെ നമ്പേഴ്സാണോ എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ അതിങ്ങനെ നോക്കി. നല്ല വ്യൂ ആയിരുന്നു, സൂപ്പർ വ്യൂ ആയിരുന്നു, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ, കടലിൻ്റെ തൊട്ടടുത്തല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലാണ് മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ അവിടെ ജയിലും ഉണ്ട് കേട്ടോ. പണ്ട് ആൾക്കാർ ജയിലിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ ഗോവയിലുള്ള ആൾക്കാരെയൊക്കെ ബ്രിട്ടീഷുകാർ. അപ്പോൾ ഈ ജയിലും ഉണ്ട്. അപ്പോൾ ഇത് ജയിലിൽ കിടന്ന എന്താ പറയുക ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പേരുകൾ ഫുള്ളായിട്ട് അവിടെ പതിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ജയിലറ. പണ്ട് കണ്ടോ കെട്ടിത്തൂക്കി അടിക്കുന്ന ഓരോരുത്തർ ഇത് വെച്ചിട്ടുണ്ട്, കയറ് കെട്ടി കപ്പിയുമ്പോൾ കെട്ടിത്തൂക്കിയിട്ട് പണ്ടത്തെ ബ്രിട്ടീഷുകാരെ പോലീസുകാരെ അടിക്കുന്നതാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഡിജിറ്റൽ മ്യൂസിയം. നമ്മൾ ഇതിലിങ്ങനെ ഡിജിറ്റലായിട്ട് എല്ലാ കാര്യങ്ങളും കാണാം. അവിടെ ഇങ്ങനെ പെരുന്ന ആൾക്കാരെ ഫോട്ടോസ് ആട്ടോ, അതൊക്കെ നമുക്ക് വേണേൽ ആഡ് ചെയ്യാം. അതൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് അതൊന്നും എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പഴയകാല വീഡിയോസൊക്കെ അവിടെ ഇങ്ങനെ ഓടുന്നുണ്ട്. അതും നിങ്ങൾ ടി വി നോക്കിയാൽ പണ്ടേത്തെ ടി വി അല്ലേ, നല്ല രസമുണ്ട്. മോനൊക്കെ ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ, ഓനൊന്നും കണ്ടിട്ടില്ല, ഞാൻ തന്നെ കണ്ടിട്ടില്ല. ഞാൻ തന്നെ ഫോട്ടോസിലും പിന്നെ അല്ലാണ്ട് നമ്മൾ വേറെ ഇതൊക്കെ ഉണ്ടാവില്ലേ മ്യൂസിയത്തിലൊക്കെയാണ് ഞാനും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് ഓനും കാണിച്ചു കൊടുക്കാൻ പറ്റി, ഇങ്ങനെയാണ് പണ്ട് ടി വി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ്ടോ ഈ ബോക്സിനുള്ളിൽ കൂടി നോക്കിയ വ്യൂ ആണ് ഗോവയിലുള്ള. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിനുള്ളിൽ കൂടി നോക്കാം പണ്ടത്തെ കൊട്ടാരങ്ങളും ജയിലും അതും ഇതൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെത്, പിന്നെ ജയിലിൽ കിടന്നത്, പിന്നെ ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ ഗോവൻ ഫെനിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അതുണ്ടാക്കുന്നത്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. കണ്ടോ ഇതിങ്ങനെ നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യാനും അതിനെക്കുറിച്ച് ഇതാക്കാനും വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. കുട്ടികൾ വിചാരിക്കും ഇത് ഗെയിമാണ്, ഗെയിമല്ല. നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് അത് ഓക്കെ കൊടുത്താൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമുക്കത് വായിക്കാൻ പറ്റും. അതാണ് ഡിജിറ്റൽ മ്യൂസിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ റേറ്റ് എന്നാണ് അന്ന് ഞങ്ങൾ പുറത്ത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞേ കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ ഇവിടുത്തെ പഴയ കാല ഇതൊക്കെയാണ്. അഗോഡ ജയിലാണ് കേട്ടോ അത്. ഇവിടുത്തെ ഫോട്ടോസാണ് അത് പറയുന്നത്. പണ്ട് ഇങ്ങനെയായിരുന്നു, പിന്നെ കുറച്ച് മോഡുലേഷനൊക്കെ ചെയ്തെടുത്തതെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്, നമുക്കറിയില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ. കുറേയൊക്കെ നമുക്ക് വായിക്കും, കുറേയൊക്കെ നമുക്ക് ബോറടിക്കും. കാരണം നമ്മൾക്ക് ഗോവേൻ്റെ ചരിത്രങ്ങളും കുന്തമൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് അത്ര വലിയ താല്പര്യം തോന്നുന്നില്ല. എന്നാലും കുറേയൊക്കെ എന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം ഇപ്പം നമ്മളിങ്ങനെ ആക്കും. അപ്പോൾ ഇതാണ്ടോ ഇതിലിങ്ങനെ സെലക്ട് ചെയ്ത് തൊട്ട് കൊടുത്താൽ അടുത്ത സ്ക്രീനിൽ വരും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. അങ്ങനെ കേട്ടോ സെറ്റപ്പ് എന്തായാലും കൊള്ളാം. കാരണം നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനും വായിക്കാനും ഒക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. ഇവർക്കൊക്കെ പറ്റിയതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ളൊരു പള്ളിയാണ് ഇത്. ജയിലിൻ്റെ ഉള്ളിൽ പോലത്തെ ഒരു റൂമാണ്. ആ റൂമിനുള്ളിൽ ഒരു കുഞ്ഞി പള്ളിയുണ്ട്. ബ്രിട്ടീഷുകാർ സെറ്റ് ചെയ്തതാണെന്നാണ് പറയുന്നത്. പക്ഷേ പിന്നെ അന്നും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കും. കേട്ടോ മാതാവിൻ്റെയും യേശുവിൻ്റെയും ഒക്കെ ഒരു യേശുവാണെന്ന് തോന്നുന്നു, ക്ഷമിക്കണം എനിക്കറിയില്ല കൃത്യമായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ജയിലറേനുള്ളിൽ ഒരു അമ്പലമുണ്ട്. ഇതൊക്കെ പുതിയ സെറ്റ് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. അന്നൊന്നും അമ്പലമൊന്നും ഉണ്ടായിരുന്നില്ല. ജയിൽ കണ്ടില്ലേ അല്ലേ, എന്തൊരിതാ. അങ്ങനെ ജയിലിൻ്റെ നമ്മളെ ഉള്ളിൽ കയറി നോക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കി സൈഡിലൊക്കെ ബെഞ്ചാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മോന് ഒന്ന് കയറി നോക്കണം എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന പോലെ അച്ഛനടിയൊക്കെ കയറി നടന്ന് കാണുന്നുണ്ട്. ബെഞ്ചിട്ടതാണ്. ബെഞ്ച് പണ്ടുണ്ടായിരുന്നോ അല്ല ഇപ്പോൾ ഇവർ സെറ്റ് ചെയ്താണോ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താണെന്നൊന്നും അറിയില്ല. അതിങ്ങനെയാണ് കേട്ടോ ജയിലിൻ്റെ ഉള്ളിൽ. ഇരുമ്പിനൊക്കെ ഉണ്ടാക്കിയതല്ലേ അടുത്ത. ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ, 3-4 എണ്ണം ഉണ്ട്. അപ്പോൾ മോന് ഇത് കളിക്കേണ്ട സാധനം കളിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇത് നമ്മൾ കുപ്പി എടുത്തിട്ട് ആ കുപ്പി വായിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡീറ്റെയിൽസ് അയക്കും. അങ്ങനെയാണ് കേട്ടോ ഉള്ളത്. മോനിത് കളിച്ചുകൊണ്ടിരിക്കും. ഓൻ വിചാരിച്ചത് കുപ്പി എടുത്ത് ഒഴിവാക്കാൻ വേണ്ടി കടൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗെയിമാണ്. അപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. ബോറടിക്കുന്നവരൊക്കെ ഉണ്ടാവും ഒരുപാട് പേര്. പക്ഷേ ഇത് കാണാൻ ഇഷ്ടമുള്ളവരും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി എടുത്തതാണേ.
ഡിജിറ്റൽ ആയതുകൊണ്ട് നല്ല ഉപകാരം, നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഗോവൻ ഫെനീൻ്റെ കണ്ടോ, ഫെനി എങ്ങനെയാണ് ഉണ്ടായത്, ഫെനി എങ്ങനെ ഉണ്ടാക്കി, ഫെനി കണ്ടുപിടിച്ചത് എങ്ങനെയാണ്, അതെങ്ങനെ ചെയ്യുന്ന രീതിയിൽ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഫെനി അവിടെ അത്രയും ഫേമസ് ഉള്ള ഒരു സാധനത്തിനെ കുറിച്ച് ഡിജിറ്റലായിട്ട് കാണിച്ചു തരുമ്പോൾ ഞാനിത് ആദ്യമായിട്ട് അറിയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ അല്ലേ. നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ഫോറിനേഴ്സിൽ നിന്ന് വരുന്ന ബ്രാൻഡാണല്ലോ എംപ്ലോ യൂസ് ചെയ്യുന്നത്. ഇത് അതിൻ്റെ അടുത്തുള്ള ഒരു പാലസാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പാലസിലേക്ക് പോകാൻ പറ്റുമെന്ന്. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞാൽ അലോഡൊന്നുമല്ല, അതേതോ കർണാടക ഷെട്ടി വാങ്ങി എന്നാണ് പറഞ്ഞത്. രാജാക്കന്മാർ നിൽക്കുന്നുണ്ടെന്ന് തോന്നൂലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാഗ ബീച്ചിലെത്തി. ബാഗ ബീച്ചിൻ്റെ വീഡിയോ നമുക്ക് നാളെ കാണാം. ബൈ.